അപ്പോൾ ഇനി നമ്മൾ വരുന്നത് 90ാമത്തെ പേജിലേക്കാണ്. അനലൈസ് ദ ഇലിസ്ട്രേഷൻ 4.2, അതായത് ചിത്രീകരണം 4.2 വിശകലനം ചെയ്ത് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നോട്ട് ഡൗൺ ദ ഇൻഫറൻസസ് റിഗാർഡിംഗ് ദ ഡൈവേഴ്സ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അനലൈസ് ദ ഇലിസ്ട്രേഷൻ 4.2, ഇലിസ്ട്രേഷൻ 4.2 അനലൈസ് ചെയ്ത് അവയുടെ കണ്ടെത്തുമ്പോൾ അവയിൽ നിന്നുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളെ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 90ാമത്തെ പേജാണ്. നമ്മൾ 90ാമത്തെ പേജിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്താം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് വി സീ ഇൻ ദ ലിവിങ് വേൾഡ്? അതായത് നമുക്കിവിടെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ അല്ലെങ്കിൽ ജീവലോകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? അപ്പം ജീവലോകത്തെ ഏതെല്ലാം ചലനങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? മൂവ്മെൻറ്റ്സ് വി സീ ഇൻ ദ ലിവിങ് വേൾഡ് ആർ, അതായത് ജീവലോകത്തെ ചലനങ്ങൾ നമ്മൾ കാണുന്നത്: ഒന്ന്, മൂവ്മെൻറ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മജീവികളുടെ ചലനം. രണ്ടാമതായിട്ട് മൂവ്മെൻറ്റ്സ് ഓഫ് അനിമൽസ്, അതായത് ജന്തുക്കളുടെ ചലനം. മൂന്നാമതായിട്ട് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ്, അതായത് സസ്യങ്ങളുടെ ചലനം. അപ്പോൾ ലിവിങ് വേൾഡിൽ 3 തരത്തിലുള്ള ചലനമാണുള്ളത്. ഒന്ന്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചലനം, മൂവ്മെൻറ്റ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം, അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. രണ്ടാമത്തത് മൂവ്മെൻറ്റ്സ് ഓഫ് അനിമൽസ്, മൃഗങ്ങളുടെ ചലനം. മൂന്നാമത്തത് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ചലനം. ഇനി നമ്മൾ വരുന്നത് 11ാമത്തെ ചോദ്യത്തിലേക്കാണ്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ദ മൂവ്മെൻറ്റ്സ് ഇൻ മൈക്രോ ഓർഗാനിസം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എക്സാമ്പിൾസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ എഴുതുക. റൈറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ എഴുതുക. എന്തിൻ്റെയാണ്? മൂവ്മെൻറ്റ്സ് വി സീ ഇൻ മൈക്രോ ഓർഗാനിസം, അതായത് മൈക്രോ ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ചലനങ്ങളെക്കുറിച്ച് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചലനം ഏതാണ്? ബാക്ടീരിയയിലെ ഫ്ലജെല്ലം. അതായത് ഒന്നാമതായിട്ട് നമുക്ക് പറയാം മൂവ്മെൻറ്റ്സ് ഇൻ ബാക്ടീരിയ യൂസിങ് ഫ്ലജെല്ല, അതായത് ഫ്ലജെല്ല ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചലനം. ഓക്കെ. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ചലനം എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്സ് ഇൻ അമീബ ബൈ യൂസിങ് സ്യൂഡോപോഡിയ, അതായത് സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള അമീബയുടെ ചലനം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ചലനം എന്താണെന്ന് ചോദിച്ചാൽ പാരാമീസിയത്തിൻ്റെ സീലിയ ഉപയോഗിച്ചുള്ള ചലനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സീലിയ ഇൻ പാരാമീസിയം, അതായത് പാരാമീസിയത്തിലെ സീലിയ ഉപയോഗിച്ചുള്ള ചലനം ആർ എക്സാമ്പിൾസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ മൈക്രോ ഓർഗാനിസം. ഇവയെല്ലാം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചലനങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇനി 12ാമത്തെ ചോദ്യം. വാട്ട് ഹെൽപ്സ് ബാക്ടീരിയ ഇൻ മൂവ്മെൻറ്റ്സ്? ബാക്ടീരിയയെ ചലനത്തിന് സഹായിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മൂവ്മെൻറ്റ്സ് ഇൻ ബാക്ടീരിയ ടേക്സ് പ്ലേസ് ബൈ യൂസിങ് ഫ്ലജെല്ല, അതായത് ബാക്ടീരിയയിൽ ചലനം സംഭവിക്കുന്നത് ഫ്ലജെല്ല ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ എല്ലാവരെയും, ആർക്കെങ്കിലും ഈ ഗൈഡിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി 13ാമത്തെ ചോദ്യം. വാട്ട് ഹെൽപ്സ് അമീബ ഇൻ മൂവ്മെൻറ്റ്സ്? അമീബയെ എന്താണ് ചലനത്തിന് സഹായിക്കുന്നത്?
മൂവ്മെൻറ്റ്സ് ഇൻ അമീബ ടേക്സ് പ്ലേസ് ബൈ യൂസിങ് സ്യൂഡോപോഡിയ. അതായത് അമീബയിൽ ചലനത്തിന് സഹായിക്കുന്നത് അവ സ്യൂഡോപോഡിയ ഉപയോഗിച്ചാണ്. അതായത് അമീബയുടെ ചലനത്തിന് സഹായിക്കുന്നത് സ്യൂഡോപോഡിയ ഉപയോഗിച്ചതാണ്. ഇനി 14ാമത്തെ ചോദ്യം, റൈറ്റ് എക്സാമ്പിൾ ഫോർ ദ മൂവ്മെൻറ്റ്സ് ഇൻ അനിമൽസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളിലുള്ള ചലനത്തിന് ഉദാഹരണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പലതരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചലനങ്ങളുണ്ട്, കാണുവാൻ സാധിക്കാത്ത ചലനങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ചില ചലനങ്ങൾ എഴുതാം. ഒന്ന്, മൂവ്മെൻറ്റ്സ് ഓഫ് സ്പേം, അതായത് ബീജത്തിൻ്റെ ചലനം. രണ്ടാമതായിട്ട് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. മൂന്നാമതായിട്ട് ഹാർട്ട് ബീറ്റ്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, അതും രക്തത്തിൻ്റെ ആ സർക്കുലേഷൻ, അതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചലനങ്ങളുണ്ട്. വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് തുടങ്ങിയവയെല്ലാം മൃഗങ്ങളിലുള്ള ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി 15ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മൂവ്മെൻറ്റ്സ് ഇൻ അനിമൽസ്? എന്താണ് മൃഗങ്ങളിലെ ചലനം എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഇൻ അനിമൽസ്, മൂവ്മെൻറ്റ്സ് റെഫേഴ്സ് ടു എ ചേഞ്ച് ഇൻ എ പാർട്ട് ഓഫ് ദ ബോഡി ഓർ പൊസിഷൻ ഓഫ് ദ ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്. അതായത് മൃഗങ്ങളിൽ ചലനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങളിലെ ശരീരത്തിൻ്റെ എന്താണ്, അവയുടെ ശരീരത്തിൻ്റെ ചലനം അല്ലെങ്കിൽ അവയുടെ മാറ്റം. എങ്ങനെയാണ് അവയുടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രദേശത്തിന്, അവ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള മാറ്റം, അല്ലെങ്കിൽ അവയുടെ ശരീരത്തിന് അകത്തുണ്ടാകുന്ന ചലനങ്ങൾ. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളാണ് എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൃഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂവ്മെൻറ്റ്സ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ദ പാർട്ട് ഓഫ് ബോഡി. അതായത് അവയുടെ ശരീരത്തിനുണ്ടാകുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങളും അതുപോലെ തന്നെ ബോഡിയുടെ, അവയുടെ ശരീരത്തിൻ്റെ സ്ഥാനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ദ മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളുടെ ചലനത്തിന് ഉദാഹരണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സീഡ് ജെർമിനേഷൻ, അതായത് വിത്തിൻ്റെ മുളയ്ക്കൽ. ജെർമിനേഷൻ എന്ന് വെച്ചാൽ മുളയ്ക്കൽ. ആൻഡ് ചേഞ്ച് ഇൻ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അക്കോർഡിംഗ് ടു സ്റ്റിമുലി. അതായത് ഉദ്ദീപനം, സ്റ്റിമുലി എന്ന് വെച്ചാൽ ഉദ്ദീപനങ്ങൾ. ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായി സസ്യത്തിൻ്റെ ശരീരഭാഗത്തിൻ്റെ ചലനം ആർ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. അവ രണ്ടും പ്ലാന്റിൻ്റെ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഈ ഗൈഡിൻ്റെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് 17ാമത്തെ ചോദ്യം, ഡു പ്ലാന്റ്സ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്? അതായത് പ്ലാന്റുകൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചലിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, പ്ലാന്റ്സ് ഡു നോട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. പ്ലാന്റുകൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചലിക്കുക ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എനിക്ക് തോന്നുന്നു ഇത്രയും പാഠഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.